അക്ഷരങ്ങൾക്ക് അഗ്നി പകർന്ന് വിജ്ഞാനവീഥിയിൽ പ്രഭചൊരിയുന്ന ഗോപുരമായി വളർന്നു നിൽക്കുന്ന അല്ലൂർ AES സെൻട്രൽ സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ വാർഷിക ദിന റിപ്പോർട്ട്. ജ്ഞാനത്തിന്റെ ദീപശിഖ കത്തിച്ച് പ്രത്യാശയുടെ പാതയിൽ തലമുറകളെ നയിക്കുകയെന്ന മഹത്തായ ലക്ഷ്യത്തോടെ സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം സ്ഥാപകൻ ശ്രീ AT സൈതലവി സാറിന്റെ ദൂരദർശിത്വവും സമർപ്പണബോധവും ചേർന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. വിദ്യാഭ്യാസം അറിവ് പകർന്നു തരുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് മൂല്യബോധവും മാനവികതയും സമൂഹബോധവും വളർത്തുന്ന ശക്തിയാണ് എന്ന വിശ്വാസമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. ആ വിശ്വാസത്തിന്റെ പ്രകാശത്തിൽ അക്കാദമിക് മികവിനൊപ്പം കലാ, കായിക, സാമൂഹിക മേഖലകളിലും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഈ അധ്യയന വർഷം നിരവധി പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത ചിത്രീകരണമാണ് ഈ വാർഷിക റിപ്പോർട്ട്. വിദ്യാർത്ഥികളുടെ ഗംഭീരമായ കലാപ്രകടനങ്ങളാൽ സമൃദ്ധമായ 2024-25 അധ്യയന വർഷത്തെ ആനുവൽ ഡേ ആഘോഷം ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ടു. ചടങ്ങ് സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗായിക ഷഹാന ഷിബിൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കുട്ടികളിൽ ചാരിറ്റി മനോഭാവം വളർത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഒരു ചെറിയ തുക ഇളം തണൽ ഫണ്ട് എന്ന രൂപത്തിൽ സമാഹരിക്കാറുണ്ട്. അല്ലൂർ പരിസര പ്രദേശങ്ങളിലെ 4 വ്യത്യസ്ത പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്കായി ഇളം തണൽ ഫണ്ട് വേദിയിൽ വെച്ച് കൈമാറുകയും ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയും കലാപരമായ മികവും ഒത്തുചേർന്ന ഈ ആഘോഷം എല്ലാവർക്കും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറി. ഈ അധ്യയന വർഷം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും അധ്യാപകരുടെ കഴിവ് വർധനയ്ക്കുമായി വിവിധ അക്കാദമിക്, നോൺ അക്കാദമിക് പ്രവർത്തനങ്ങൾ വിജയകരമായി സംഘടിപ്പിക്കുവാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. മെയ് 7 മുതൽ ഒരാഴ്ചക്കാലം അധ്യാപകർക്കായി പ്രത്യേക ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പുതിയ അധ്യാപന രീതികൾ, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം, ക്ലാസ് റൂം മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലനം അധ്യാപകരുടെ ആത്മവിശ്വാസവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ സഹായകമായി. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം നമ്മുടെ വിദ്യാലയത്തിന്റെ അക്കാദമിക് മികവിന്റെ തെളിവായി മാറി. 35 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയം കൈവരിച്ച വിദ്യാലയത്തിന് 26 ഡിസ്റ്റിൻഷനുകളും 9 ഫസ്റ്റ് ക്ലാസുകളും ലഭിച്ചത് അഭിമാനകരമായ നേട്ടമാണ്. ഈ മികച്ച ഫലത്തിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. മെയ് 22-ന് പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ കോൺവെക്കേഷൻ സെറിമണി ഭംഗിയായി നടത്തി. കുട്ടികളുടെ ആദ്യ അക്കാദമിക് നേട്ടം ആഘോഷിച്ച ഈ ചടങ്ങ് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മനോഹരമായ അനുഭവമായി. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം വിദ്യാലയത്തിൽ അർത്ഥവത്തായി ആചരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, എക്കോ ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, നോട്ടീസ് ബോർഡ് അലങ്കാരം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികൾ വലിയ ആവേശത്തോടെ പങ്കെടുത്ത ഈ പരിപാടികൾ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിന് സഹായകമായി. അതോടൊപ്പം തന്നെ LKG വിഭാഗം രക്ഷിതാക്കളുടെ പേരന്റ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ പഠന പുരോഗതി, ശീലങ്ങൾ, പെരുമാറ്റം എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കളുമായി ഫലപ്രദമായ ചർച്ചകൾ നടത്തി. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള നല്ല സഹകരണത്തിന് ഈ യോഗം വഴിയൊരുക്കി. ജൂൺ 11-ന് LKG പ്രവേശനോത്സവം ആഘോഷപൂർവ്വം നടത്തി. പ്രശസ്ത മെന്റലിസ്റ്റ് താഹിർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കുട്ടികളുടെ ഡാൻസ് പരിപാടികൾ ചടങ്ങിന് നിറപ്പകിട്ടേകി. ജൂൺ 19-ന് വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പത്രവായന, കഥ പറയൽ, ഹാൻഡ് റൈറ്റിംഗ് മത്സരം, ക്വിസ്, വീഡിയോ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ വായനാശീലവും
സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുന്നതിന് സഹായകമായി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. യോഗാഭ്യാസങ്ങളുടെ പ്രാധാന്യം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ആരോഗ്യബോധം വളർത്തി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം ബോധവൽക്കരണ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ജാഗ്രത പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത ഡോക്ടർ യൂസ്ര അബ്ദുൽ സലാം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങളും യുവജനങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും കുട്ടികൾക്ക് വ്യക്തമാകും വിധം അവതരിപ്പിച്ചു. പരിപാടി വിദ്യാർത്ഥികളിൽ വലിയ സ്വാധീനം ചെലുത്തി. ജൂലൈ 5 സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിജയകരമായി സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സഹായത്തോടെ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തത് കുട്ടികൾക്ക് പുതിയ അനുഭവമായിരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രവർത്തനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വിധിയെഴുത്ത് പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണി വോട്ട് രേഖപ്പെടുന്ന ആരംഭിച്ചു. പോളിംഗ് വളരെ കനത്ത രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ബഷീർ ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. ആൽബം നിർമ്മാണം, സ്കിറ്റ്, കളറിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യ സംഭാവനകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാത്ത പഠനാനുഭവം നൽകുന്നതിനായി ബാഗ്ലെസ് ഡേ ആചരിച്ചു. ജൂലൈ 15 വേൾഡ് യൂത്ത് സ്കിൽ ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി ടൈപ്പിംഗ് മത്സരം സംഘടിപ്പിച്ചു. കുട്ടികളുടെ സാങ്കേതിക കഴിവുകൾ വളർത്തുന്നതിന് ഇത് സഹായകമായി. ജൂലൈ 16 KG വിഭാഗത്തിൽ കളേഴ്സ് ഡേ ആഘോഷിച്ചു. ഓരോ നിറത്തിനും പ്രത്യേകമായി സ്റ്റാളുകൾ ഒരുക്കി. വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ നിറങ്ങളിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ബലൂണുകൾ എന്നിവ ഉപയോഗിച്ച് സ്റ്റാളുകൾ സജ്ജമാക്കി. നിറങ്ങളെ തിരിച്ചറിയുവാനും അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ഈ പ്രവർത്തനം കുട്ടികൾക്ക് സഹായകമായി. പരിപാടി വളരെ സജീവവും ആനന്ദകരവുമായി മാറി. ജൂലൈ 18 സയൻസ് ഓൺ വീൽസ് എന്ന പേരിൽ ശാസ്ത്ര വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ടോമി സാർ നേതൃത്വം നൽകിയ ഈ പരിപാടിയിൽ ലളിതമായ ശാസ്ത്ര പഠനോപകരണങ്ങൾ കൊണ്ടുവന്ന് വിവിധ പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രീയ ആശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. അനുഭവാധിഷ്ഠിത പഠനത്തിന് സഹായകമായ ഒരു മികച്ച പരിപാടിയായി ഇത് മാറി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം അഭിമാനപൂർവ്വം ആചരിച്ചു. ദേശീയ പതാക ഉയർത്തലിന് ശേഷം വിദ്യാർത്ഥികൾ പ്രസംഗങ്ങളും ദേശഭക്തി ഗാനങ്ങളും അവതരിപ്പിച്ചു. രാജ്യസ്നേഹവും ഐക്യവും കുട്ടികളിൽ വളർത്തുന്നതിനുള്ള പ്രചോദനമായിരുന്നു ഈ പരിപാടികൾ. ചടങ്ങിൽ PTA പ്രസിഡന്റും മാനേജ്മെന്റ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. എക്സ്പ്രഷൻ 2025 സയൻസ് എക്സിബിഷൻ വിദ്യാലയത്തിൽ ആവേശപൂർവ്വം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ ശാസ്ത്രീയ ചിന്തകളും നവീന ആശയങ്ങളും അവതരിപ്പിക്കുന്ന വേദിയായി ഈ എക്സിബിഷൻ മാറി. വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രോജക്റ്റുകൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുകയും സന്ദർശകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ശാസ്ത്ര വിദ്യാഭ്യാസം പ്രായോഗികവും അനുഭവാധിഷ്ഠിതവുമായി മാറ്റുവാൻ ഈ എക്സിബിഷൻ ഏറെ സഹായകമായി. എയ്സ്റ്റിവൽ 2025 ആർട്ട് ഫെസ്റ്റ് വിദ്യാലയത്തിൽ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു. കലാപ്രതിഭകൾക്ക് വേദിയൊരുക്കിയ ഈ ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഹെഡ് ബോയ് ഹാദി അഷ്റഫ് നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾ സാന്നിധ്യം വഹിച്ചു. വിവിധ കലാപരിപാടികളിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിച്ചു. കലാസ്വാദനവും സംഘചേതനയും വളർത്തുന്നതിൽ ആർട്ട് ഫെസ്റ്റ് പ്രധാന പങ്കുവഹിച്ചു. ഓഗസ്റ്റ് 30 ഓണാഘോഷം വിദ്യാലയത്തിൽ പരമ്പരാഗത ചാരുതയോടെ ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെ സാംസ്കാരിക കഴിവുകളും ടീം സ്പിരിറ്റും വളർത്തുന്നതിനായി സാക്ക് റേസ്, ലെമൺ സ്പൂൺ റേസ്, ഉറിയടി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികളുടെ നൃത്ത പരിപാടികൾ ആഘോഷത്തിന് നിറപ്പകിട്ടേകി. അതോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച മനോഹരമായ തിരുവാതിരക്കളി ഓണാഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി.
സന്തോഷവും സഹകരണവും ഐക്യവും നിറഞ്ഞ ഈ പരിപാടി എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന അനുഭവമായി മാറി. മീലാദ് മഹർജാൻ വിദ്യാലയത്തിൽ ഭക്തിപൂർവവും സാംസ്കാരിക ചാരുതയോടെയും ആഘോഷിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദഫ്, ബുർദ, ഫ്ലവർ സോങ്, ഖവാലി, പ്രസംഗം തുടങ്ങിയ പരിപാടികൾ ചടങ്ങിന് ആത്മീയവും കലാപരവുമായ ഭാവം നൽകി. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിഭവസമൃദ്ധമായ ബിരിയാണി വിതരണം ചെയ്തു. ഐക്യവും സാഹോദര്യവും വളർത്തുന്ന ഒരു മനോഹര അനുഭവമായി മീലാദ് മഹർജാൻ മാറി. CBSE ഇന്റർ സ്കൂൾ ജില്ലാ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അണ്ടർ 14 ഗേൾസ് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി വിദ്യാലയത്തിന് അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചു. കായിക മികവും ആത്മവിശ്വാസവും തെളിയിക്കുന്ന വിജയമായി ഇത് മാറി. മലപ്പുറം സെൻട്രൽ സഹോദയ സെന്റ് അൽഫോൻസ പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച സയൻസ് എക്സിബിഷനിൽ നമ്മുടെ വിദ്യാലയം പങ്കെടുത്തു. മികച്ച അവതരണത്തിന്റെയും ആശയങ്ങളുടെ പുതുമയുടെയും അടിസ്ഥാനത്തിൽ കാറ്റഗറി 3 സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനവും ബെസ്റ്റ് സ്റ്റാൾ അവാർഡും കരസ്ഥമാക്കി. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചിയുടെയും സൃഷ്ടിപരമായ കഴിവുകളുടെയും തെളിവാണ്. നവംബർ 5-ന് ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മില്യൺ ജീനസ് കോഡേഴ്സ് നേതൃത്വം നൽകിയ ഈ പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസും പ്രായോഗിക പരിശീലനവും ഉൾപ്പെടുത്തിയിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന അറിവ് കുട്ടികൾക്ക് ഇതിലൂടെ ലഭ്യമായി. നവംബർ 14-ന് ചിൽഡ്രൻസ് ഡേ ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിച്ചു. നെഹ്റുവിന്റെ വേഷത്തിൽ ഫാൻസി ഡ്രസ്, KG 1-2 ക്ലാസ് വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികൾ എന്നിവ ദിനാഘോഷത്തിന് നിറപ്പകിട്ടേകി. നവംബർ 19-ന് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. നവംബർ 20-21 തീയതികളിൽ കിഡ്സ് അത്ലറ്റിക്സ് മീറ്റും ഗെയിംസും സംഘടിപ്പിച്ചു. കുട്ടികളുടെ ശാരീരികക്ഷമതയും കായിക മികവും വളർത്തുന്നതിനായി നടത്തിയ ഈ പരിപാടികൾ മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തി. CBSE ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റിഫാന TC, ഷഫീഖ് ഷെഹിൻ, നജാഹ് ഫാത്തിമ എന്നിവർ വിവിധ ഇനങ്ങളിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി വിദ്യാലയത്തിന് അഭിമാനമായി. ഈ അധ്യയന വർഷത്തിൽ ഡിസംബർ 6-ന് മലപ്പുറം സെൻട്രൽ സഹോദയ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കി. അണ്ടർ 14 ഗേൾസ് ചാമ്പ്യന്മാർ, അണ്ടർ 12 ബോയ്സ് ഫസ്റ്റ് റണ്ണറപ്പ്, അണ്ടർ 12 ഗേൾസ് സെക്കൻഡ് റണ്ണറപ്പ് എന്നിവയും വ്യക്തിഗതമായി ഫാത്തിമ ഷിൻഫ അണ്ടർ 14 ബെസ്റ്റ് ഡിഫൻഡറായും ഷാഹിൻ ബിൻ മൻസൂർ അണ്ടർ 12 ബെസ്റ്റ് ചേസർ പുരസ്കാരങ്ങളും നേടി. വിദ്യാർത്ഥികളുടെ സ്വയം രക്ഷാ കഴിവുകൾ വളർത്തുന്നതിന്റെ ഭാഗമായി കുങ്ഫു, കരാട്ടെ ഗ്രേഡ് ടെസ്റ്റ് നടത്തി. വിജയകരമായി പരീക്ഷ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഡിസംബർ 22-23-ന് വിദ്യാലയത്തിന്റെ ആനുവൽ സ്പോർട്സ് മീറ്റ് എസ്തലോൺ ഭംഗിയായി സംഘടിപ്പിച്ചു. വിവിധ കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. കായിക മനോഭാവവും സംഘചേതനയും വളർത്താൻ ഇത് സഹായകമായി. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രക്തശാലി ജൈവ കൃഷി കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. AES 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒയിസ്ക ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നടത്തിയത്. കൃഷിയുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, പൈതൃക, മതേതര മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന മാമാങ്കം മഹോത്സവത്തിന്റെ ചരിത്രം 10,000 പുതുതലമുറയ്ക്ക് എന്ന പ്രചരണ പരിപാടിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ അനുഭവാധിഷ്ഠിത പഠനം ഉറപ്പാക്കുന്നതിനായി ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിച്ചു. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തിരൂർ താലൂക്ക് ഓഫീസ്,
ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ, തുഞ്ചൻ പറമ്പ് എന്നിവിടങ്ങളിലും 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നാഗപ്പറമ്പ് കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രം, ആദവനാട് മാൾക്കോടെക്സ് സ്പിന്നിംഗ് മിൽ, ആദവനാട് കെൽടെക്സ് വീവിംഗ് യൂണിറ്റ് എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൃഷിസ്ഥലവും ഫാമും, പഴംപൊരുൾ മ്യൂസിയം, കർമ്മ റോഡ് എന്നിവിടങ്ങളിലും, 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ തവന്നൂരിലെ വൃദ്ധസദനും, മാമാങ്കം ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊടയ്ക്കൽ, തിരുനാവായ എന്നിവിടങ്ങളിലുമാണ് സന്ദർശിച്ചത്. ഈ യാത്രകൾ വിദ്യാർത്ഥികൾക്ക് സാമൂഹിക ബോധവും ചരിത്രപരമായ അറിവും പ്രായോഗിക അനുഭവവും നേടുവാൻ സഹായകമായി. ഡിസംബർ 31 തുഞ്ചൻ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നോട്ടീസ് ബോർഡ് അലങ്കാര മത്സരം സംഘടിപ്പിച്ചു. മലയാള ഭാഷാപിതാവിന്റെയും മലയാള സാഹിത്യത്തിന്റെയും മഹത്വം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുവാൻ ഈ പരിപാടി സഹായകമായി. ജില്ലാതല അബാക്കസ് മത്സരം ഗ്രേസ് മാസ്റ്റർ ഓഫ് ഫെസ്റ്റ് 2026 നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് വിദ്യാലയത്തിന് അഭിമാനകരമായ നേട്ടമായി. STSC ജില്ലാതല അവാർഡ് 8 വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. അക്കാദമിക് രംഗത്തെ അവരുടെ മുന്നേറ്റവും വിദ്യാലയത്തിന്റെ വിദ്യാഭ്യാസ മികവും ഇതിലൂടെ വ്യക്തമായി തെളിഞ്ഞു. AESന്റെ പ്രസ്റ്റീജിയസ് ഇനമായ മലപ്പുറം സെൻട്രൽ സഹോദയ കിഡ്സ് ഫെസ്റ്റ് ക്യാമ്പാന്നം സ്കൂളിൽ വെച്ച് നടക്കുകയും നമ്മുടെ വിദ്യാലയം ഓവറോൾ ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം നേടി അഭിമാനകരമായ നേട്ടം കൊയ്യുകയും ചെയ്തു. കലാസാഹിത്യ വൈദഗ്ധ്യ മേഖലകളിലെ കുട്ടികളുടെ മികവിന് ഈ നേട്ടം തെളിവായി. സമഗ്ര വികസനമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന ബോധ്യത്തോടെ അക്കാദമിക്, കല, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഈ അധ്യയന വർഷം നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു. അധ്യാപകരുടെ സമർപ്പണവും വിദ്യാർത്ഥികളുടെ പരിശ്രമവും രക്ഷിതാക്കളുടെ സഹകരണവും മാനേജ്മെന്റിന്റെ പിന്തുണയും ചേർന്നാണ് ഈ വിജയങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ വിദ്യാലയം നേടിയെടുത്തത്. ഭാവിയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരുവാൻ പ്രതിജ്ഞാബദ്ധരായി ജ്ഞാനവും മൂല്യങ്ങളും നിറഞ്ഞ പുതിയ അധ്യായങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് നമ്മുടെ ഈ പ്രിയ വിദ്യാലയം.